ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ മറിയം വേൾഡ് കാണാനാണ് കേട്ടോ പോയത്. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ പോകണം എന്നുള്ളത്. ഇതാണ് അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ കാറക്കേറിയാണ്. ഇതിനകത്തുണ്ട് നല്ല വെളുത്ത കുഞ്ഞു കുഞ്ഞു മീനുകൾ. നല്ല രസമാണ് അവരിങ്ങനെ ഓടിക്കളിങ്ങനെ കാണാൻ കേട്ടോ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ഇൻറ്റീരിയർ ആണ്. ഭയങ്കര രസമായിട്ടാണ് ഇവിടുത്തെ ഓരോ മുക്കും മൂലയും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് വിഡോ ടെട്രാസിൻ്റെ ഒരു വലിയ കളക്ഷനാണ്. എത്ര മീനുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും പറ്റില്ല കേട്ടോ, അത്ര അധികം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സിലിണ്ടർ അക്വേറിയം. ഇതിനകത്തോട് ഓടിക്കളിക്കണ ഒരുപാട് മീനുകൾ. 300 വ്യത്യസ്ത സ്പീഷീസുകളിലായിട്ട് 3 ലക്ഷത്തിലധികം മീനുകൾ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ കൂടെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇത് ഏറ്റവും അധികം ഇഷ്ടമാവുക. അവരെന്ത് രസമായിട്ടാണ് കാടിൻ്റെ ആംബിയൻസ് സെറ്റ് ചെയ്തേക്കണേ നോക്കൂ. ഒറിജിനലിനെ തോൽക്കുന്ന മരങ്ങളും വേഴാമ്പലും ഒക്കെയാണ്. ഇത് പേരറിയാത്ത ഏതോ മീനുകളാണ് കേട്ടോ, പേരൊന്നും ശരിക്കും ഓർക്കുന്നില്ല. ഇതാണ് അവിടുത്തെ ഏറ്റവും സൗന്ദര്യമുള്ള മീൻ, അലിഗേറ്റർ കാർ. ക്യാമറക്കോട് ആ സൗന്ദര്യം മുഴുവൻ കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഓരോ അക്വേറിയത്തിൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞു ബോർഡ് ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് മീനാണെന്നുള്ള അതിൻ്റെ ശരിയായ പേരും ഒരു ചെറിയ ഫോട്ടോയും അതുപോലെ അതിനെ പറ്റിയിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസ്, അതായത് എത്ര കിലോ വരെ ഭാരം വരാം, എത്ര നീളം വയ്ക്കാം, എത്ര കൊല്ലം ഇത് ജീവിച്ചിരിക്കും, അങ്ങനെ തുടങ്ങിയ ഓരോ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസും അവരതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപരിചയമില്ലാത്ത മീനാണെങ്കിൽ നമുക്കത് നോക്കി മനസ്സിലാക്കി പോവാം. ഈ മീനെ നോക്കി നല്ല രസമല്ലേ ഇതിങ്ങനെ പോകുന്ന കാണാനായിട്ട്. പിന്നെ ചില അക്വേറിയങ്ങളുടെ ഉള്ളിൽ ഇതുപോലെയുള്ള ശില്പങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് ശില്പം നോക്കണോ മീനിനെ നോക്കണോ എന്ന് ഡൗട്ടായി പോവും. ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിലാണേ. ഇവിടെ നമ്മൾ ചെരുപ്പൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമുക്ക് താഴത്തേക്ക് നോക്കുമ്പോൾ 100 കിലോയിലടുത്ത് ഭാരം വരുന്ന അരാപ്പയ്മകൾ ഇങ്ങനെ നീങ്ങണ കാണാൻ പറ്റും കേട്ടോ. ചെറുതായിട്ട് പേടിയാവുമെങ്കിലും നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ചെറിയ മീനുകളുടെ ഒരു വലിയ ലോകത്തേക്കാണ്. ഇവിടെ ചെറിയ ചെറിയ അക്വേറിയങ്ങളിലായിട്ട് ഒത്തിരി കുഞ്ഞുമാരെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടേ. ഒത്തിരി പേരുണ്ട് കേട്ടോ, കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഈ പ്ലാന്റഡ് അക്വേറിയം കണ്ടോ, അതിൻ്റെ സൈഡിലായിട്ടൊരു കുഞ്ഞൻ വെള്ളച്ചാട്ടം ഉണ്ടേ. ഇവിടെ ഇതുപോലെ ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തതും അത്ര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അത് ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഈ ശില്പം നോക്കൂ, ഈ ശില്പത്തിൻ്റെ താഴെയുള്ളത് ഒരു ടച്ച് പൂളാണ് കേട്ടോ. ഇതിലുള്ള കുഞ്ഞു മീനുകളെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ പേരറിയുന്നതും അറിയാത്തതും കണ്ടുപരിചയമേ ഇല്ലാത്തതും ആയിട്ടുള്ള ഒത്തിരി മീനുകളുണ്ട് ഇവിടെ. അതിനടുത്തായിട്ട് തന്നെ ഒരു നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറുന്നിടത്ത് ഒരു ചെറിയ QR കോഡ് ഉണ്ട്. നമ്മളത് ഫോണിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഓരോ അക്വേറിയത്തിൻ്റെ അടുത്തുള്ള നമ്പർ നമ്മൾ അതിൽ അടിച്ചു കൊടുത്താൽ അതിലുള്ള മീനിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ഫോണിലേ കാണാൻ പറ്റും കേട്ടോ. അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. ഇതിവിടെയുള്ള ഒരു റെയിൻ ഫോറസ്റ്റ് ആണ്, എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ്. അതത്ര ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒറിജിനൽ തോൽക്കുന്ന മരങ്ങളാണ്. ആ ഇലകളൊക്കെ ഒറിജിനൽ അല്ലാന്ന് ആരും പറയില്ല. അതിനടുത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. അടിയിൽ നല്ല ബ്ലാക്ക് കളറുള്ള ഫിഷസും ഉണ്ട് കേട്ടോ. പേരൊന്നും ഓർക്കുന്നില്ല. 100 കിലോയിലപ്പുറം വലുപ്പമുള്ള ഒരു അരാപ്പയ്മ കൂടെ അതിനകത്തുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് അങ്ങറ്റത്തായതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ഇതാണ് ടോപ്പ് പഫർ ഫിഷ്. എന്തെങ്കിലും ഭീഷണിയൊക്കെ നേരിടുന്ന സമയത്ത് ഇവർക്ക് സ്വയം വീർക്കാനുള്ള കഴിവുണ്ട്. ഇത് ഇന്തോ പസഫിക് സർജന്റ് അഥവാ സാർജന്റ് മേജർ എന്ന് വിളിക്കുന്ന ഒരു ഫിഷാണേ. ഈ കുഞ്ഞിൻ്റെ പേരാണ് മൈറി പ്രിസിറ്റിസ് ഹെക്സാഗണ. 40 മീറ്ററോളം ആഴത്തിലാണ് ഇവർ ജീവിക്കുന്നത്, അതും പവിഴപ്പുറ്റിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു കല്ല് കാണുന്നുണ്ടോ? അത് ആക്ച്വലി കല്ലല്ല കേട്ടോ, അതൊരു മീനാണ്, സ്റ്റോൺ ഫിഷ്. ഇപ്പം നമ്മളൊരു അരാപ്പയ്മനെ കാണുന്നില്ലേ? നമ്മൾ നേരത്തെ ഒരു റെയിൻ ഫോറസ്റ്റ് കണ്ടാൽ ഓർക്കുന്നില്ലേ? അതിൻ്റെ അറ്റത്തൊരു വലിയ അരാപ്പയ്മ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ അരാപ്പയ്മയാണ് ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നത്. ആ റെയിൻ ഫോറസ്റ്റിനകത്തുണ്ടായിരുന്ന മത്സ്യങ്ങളാണ് ഇപ്പം നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റുന്നത്. ഈ കാണുന്ന മീനിൻ്റെ പേരാണ് യെല്ലോ ജാക്ക്. ഈ മഞ്ഞ നിറം കൊണ്ടായിരിക്കും ഇതിനാ പേര് വന്നത്. ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, പേര് ഓർക്കുന്നില്ല. ഇതാണ് കേട്ടോ അവിടുത്തെ ഭീകരൻ, ഷാർക്ക്. പണ്ട് നമ്മൾ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, അത് തന്നെയാണ് ആള്. കുറച്ച് പേരുണ്ടായിരുന്നു ആളുടെ അടുത്ത് നിൽക്കാൻ, കുറച്ച് റെസ്ട്രിക്റ്റഡും ആയിരുന്നു കേട്ടോ. മറ്റുള്ള മീനുകളെ നമ്മൾ ഗ്ലാസിനോട് തൊട്ട് ചേർന്നതെന്ന് കാണാം. പക്ഷെ ഇവരെ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ ഇപ്പുറത്ത് നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ടൈറ്റൻ ട്രിഗർ ഫിഷ്. ഇന്തോ പസഫിക് സമുദ്രത്തിൽ 50 മീറ്റർ താഴ്ചയിലാണ് അത്രേ നമുക്ക് വരെ കാണാൻ പറ്റുക. സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇവരുടെ പല്ലിന് മനുഷ്യരുടെ പല്ലായിട്ട് നല്ല സാമ്യമുണ്ട്. ഇത് സിൽവർ മൂണി ഫിഷ് ആണ്.
ഇതിങ്ങനെ കൂട്ടായിട്ട് മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. ഈ മീനിനെ കണ്ടോ? ഇതിനൊരു തിളക്കമില്ലേ? ഈ മീനിന്റെ പേരാണ് ടിൻഫോയിൽ ബാർബ്. ഇതവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇതൊരു ശുദ്ധജല മത്സ്യം കൂടിയാണ്. ഈ മീനിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. പക്ഷേ ഇത് നിൽക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ഏരിയയിൽ മുഴുവൻ ഈ മീനായിരുന്നു. ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമായിട്ടാണ്. ഇതുപോലെയുള്ള പേരറിയാത്ത ഒത്തിരി മീനുകളെ കണ്ടാണ് ഞങ്ങൾ അണ്ടർ വാട്ടർ ടണലിൽ എത്തുന്നത്. അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അണ്ടർ വാട്ടർ ടണൽ നേരിട്ട് കാണുന്നത്. ഇത് മുൻപ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ എവിടെ നോക്കുമ്പോഴും നമ്മുടെ ചുറ്റും മീനുകളാണ്. ശരിക്കും കടലിൻ്റെ അടുത്തട്ടിൽ നിൽക്കുന്ന പോലത്തെ ഒരു രസമായിരുന്നു കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങളത് നേരിട്ട് കണ്ടു തന്നെ അറിയണം. ഞാൻ അവിടെ എടുത്തിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഇതിൽ കൊടുക്കാം. നമുക്കിവിടെ മീനെ കാണാൻ മാത്രമല്ല ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ മീനുകളെല്ലാം കണ്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒരു സ്ഥലത്ത് അതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്ത് വരണം. അപ്പോൾ അവിടെ ഒരു ചേച്ചി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് തീറ്റിയിട്ട് തരും. അത് നമുക്കൊരു നേരിട്ട് ഫീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി. നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞിരുന്നു കേട്ടോ. 7 മണിക്ക് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.